നമ്മൾ ആ പാറ്റേൺ മാറിപ്പോകും. ഇപ്പോൾ 1 വീക്കിൽ നമ്മൾ ഏകദേശം ഒരു 5 days എങ്കിലും എന്ത് ചെയ്യണം, എക്സസൈസ് ചെയ്യണം. നമ്മൾ ചെയ്യുന്ന എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇന്ന് ബോഡിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാളെ നമ്മൾ അബ്ഡോമിനാണ് ചെയ്യുന്നത്, മറ്റന്നാൾ നമ്മൾ മോട്ട് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഒരു പാറ്റേൺ ആയിപ്പോൾ അപ്പോൾ മാക്സിമം ഒരു 5 days നിർബന്ധമാണ്. പറഞ്ഞ മനസ്സിലാകണ്ട, ക്ലിയർ ഇല്ലേ? ഇതില്ലാതെ പറഞ്ഞാൽ പോരെ, ആള് കുറവല്ലേ. അപ്പോ അതിന്റെ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 5 days മനസ്സിൽ വെക്കും ബ്രെയിനിൽ. ഇപ്പൊ ഇന്ന് നമ്മള് സ്ക്വാട്ട് ചെയ്താൽ നാളെ നമ്മൾ സ്ക്വാട്ടിന് റെസ്റ്റ് കൊടുക്കണം. ഗഫൂറിനൊക്കെ ജിമ്മിലൊക്കെ പോയ കുട്ടികളുണ്ടല്ലോ ഇതില്, അവർക്കൊക്കെ മനസ്സിലാവും. നമ്മളെ പാറ്റേണും അതന്നെ തന്നെ. നമ്മളെ ഓരോ ഭാഗങ്ങളിൽ കാണുന്ന നമ്മൾ എന്ത് ചെയ്യണത്, ആർട്ടിന് വരെ നമുക്ക് മസിലുണ്ട്. ആർട്ടിന്റെ മസിൽ പവർ ഉണ്ടെങ്കിൽ മിടിപ്പിന് പവർ കൂടും, ശരീരത്തിന് ശക്തി കൂടും. അപ്പൊ അതേമാതിരിയാണ്. ഞാൻ വലുത് പറയില്ല കേട്ടോ, മനസ്സിലാക്കണം പറഞ്ഞ കാര്യങ്ങളാണോന്ന്. ഓരോ ഭാഗങ്ങളിലേക്ക് നമ്മൾ എക്സസൈസ് ചെയ്യും. 5 days എങ്കിലും മാക്സിമം വരാൻ നോക്കാം. പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് നിങ്ങളെ പേഴ്സണലായ കാര്യമാണ്. അത് എനിക്ക് നിവർത്തിക്കില്ല, നമുക്ക് 2 കൂട്ടർക്ക് നിവർത്തി ചെയ്ത കാര്യം. അപ്പൊ അത് നിറവേറ്റുക. ബാക്കിയുള്ള ദിവസവും 5 days വരിക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്നു നിന്നാൽ നിങ്ങളുടെ ശരീരത്തിന് കേടാണ്. കേടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയോ, ഇന്നിപ്പോ നിങ്ങൾ അബ്ഡോമിന് ചെയ്ത് ഉദാഹരണത്തിന് പറയാം, നാളെ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യണില്ല, 2 ദിവസം കഴിഞ്ഞ് നിങ്ങൾ വരുമ്പോൾ പിന്നെ വീണ്ടും അബ്ഡോമിനെ ചെയ്യണത് പറഞ്ഞ മനസ്സിലണ്ട. അപ്പൊ എന്തായി, നിങ്ങൾ ചെയ്യുന്ന എക്സസൈസിന് ആ പാറ്റേൺ മാറി. അത് റിവേഴ്സ് അടിക്കും, ഗുണത്തിനെക്കാട്ടും ഏറെ ദോഷം ചെയ്യും. ഇത് നിങ്ങൾ ഇതിന്റെ ആചാര്യന്മാരോട് ചോദിച്ചാൽ മതി, പഠിച്ചുള്ള അപ്പൊ ഇതിനൊക്കെ ഒരു നിയമമുണ്ട്. ആ നിയമം തെറ്റിച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ മനസ്സ് ഫ്രീ ആക്കുക. എക്സസൈസ് മാത്രം നമ്മളെ ലക്ഷ്യമാക്കുക. എക്സസൈസ് മാത്രമായിക്കണം. കാരണം നമ്മളൊരു ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് മാറ്റമുണ്ട്, ഒന്ന് മിററിന്റെ മുന്നിൽ ഒന്ന് പോയി നോക്കുക. എങ്ങനെ നമ്മുടെ ഷേപ്പിൽ മാറ്റമുണ്ടോ, നൃത്തത്തിൽ മാറ്റമുണ്ടോ, നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റമുണ്ടോ, നമ്മുടെ ചലനത്തിൽ മാറ്റമുണ്ടോ, അത് നിങ്ങളോട് മറ്റുള്ളവർ പറയും. അപ്പൊ ഇതിനും എന്ത് ചെയ്യണം, ഇതിന് ബെനിഫിറ്റ് കിട്ടണ്ടേ. വെറുതെ ഇവിടെ വന്ന് ആദ്യത്തോട്ട് സമയങ്ങൾ എന്താ കാര്യങ്ങൾ, ബെനിഫിറ്റ് നമ്മൾ നേടിയെടുക്കണം. അതിന് കറക്റ്റായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവരും മനസ്സ് ശാന്താക്കുക. വ്യായാമത്തിന്റെ ആ 1 മണിക്കൂർ മാക്സിമം ഇവിടെ എൻജോയ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കണം, കുട്ടികളെ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ കുട്ടികൾക്ക് ഇപ്പൊ നമ്മൾ അവരുടെ മുന്നിൽ ഡാൻസ് ചെയ്താൽ അവർ വേഗം ഡാൻസ് ചെയ്യും. നമ്മൾ അവരുടെ മുന്നിൽ എന്ത് ചെയ്താലും അവർ പെട്ടെന്നായി ചെയ്യും. എന്താണ്, അവരുടെ മനസ്സിൽ വളരെ ഒരു ചിന്തയില്ല. അവർക്ക് ആ കാണുന്നത് അവരുടെ ലോകം. അത് നമുക്കാകാൻ പറ്റൂല. പക്ഷെ മാക്സിമം അങ്ങോട്ട് വരാൻ നോക്കാം. ഓക്കെ.